ക്രൂശിനൊപ്പം കാൽവരിയിലേക്ക് 26-ാം ദിനം. കാൽവരി മലയിലേക്ക് ഈശോടൊപ്പം യാത്ര ചെയ്യുന്ന ഈ അനുഗ്രഹീത നോമ്പുകാലത്തെ നമുക്ക് ഒരു കണ്ണാടിയുടെ ഓർമ്മിക്കാം. എന്താണ് ഒരു കണ്ണാടിയുടെ പ്രത്യേകത? നാം ആയിരിക്കുന്ന അവസ്ഥയിൽ കണ്ണാടി നമ്മെ കാട്ടിത്തരുന്നു. മാത്രമല്ല, അത് നോക്കി നമ്മുടെ മുഖത്ത് ചില ക്രമീകരണങ്ങൾ വരുത്തുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ കണ്ണാടി നോക്കി നമ്മിൽ നാം മാറ്റം വരുത്തുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു നോമ്പുകാലവും. നോമ്പുകാലത്ത് നോക്കി നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് സാധിക്കും. കണ്ണാടിയാകുന്ന നോമ്പുകാലം നമ്മോട് പറയും, നാം ആരാകണം, നാം എന്താകണം, നാം എങ്ങനെയാകണം എന്ന്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ക്രൂരനായ ഒരു മനുഷ്യനെ. ക്രിസ്ത്യാനികൾ മുഴുവൻ കൊന്നൊടുക്കി അതിൽ മഹാത്മ്യം വന്നു നടന്ന ആൾ സാവൂൾ. എന്നാൽ സാവൂളിന്റെ ജീവിതത്തിൽ ഉണ്ടായി ഒരു കണ്ണാടി അനുഭവം. അതോടെ അവന്റെ ജീവിതമാകെ മാറി മറിയുകയാണ്. അങ്ങനെ സാവൂൾ പൗലോസായി മാറി. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നാം ചിന്തിക്കണം, എന്തു മാറ്റമാണ് എന്നിൽ വരുത്തേണ്ടതെന്ന്. അവരിലല്ല, എന്നിലാണ് മാനസാന്തരം ഉണ്ടാകേണ്ടതെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും പരസ്യ ജീവിതം നിർമ്മലമാകണമെങ്കിൽ ആന്തരിക ജീവിതം വിശുദ്ധമാകണമെന്ന് നാം തിരിച്ചറിയണം. വരദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മയെ വിട്ടുമാറ്റി നന്മ ചെയ്യുവാനും, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും, മറ്റുള്ളവരെ ക്ഷമിക്കുവാനും, നമ്മുടേതല്ലാത്തവരെ നമ്മളിലേക്ക് ചേർത്ത് നിർത്തുവാനും, അവർക്ക് നേരെ സഹായഹസ്തം നീട്ടുവാനും ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. ഈ നോമ്പുകാലം മാനസാന്തരത്തിലാകട്ടെ. അങ്ങനെ ഒരു പൗലോസായി നമുക്ക് മാറാം, സൗളിനെ പോലെ. സ്തുതിയായിരിക്കട്ടെ.